അതേസമയം UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഉടൻ തുടക്കമാകും. ഘടകകക്ഷികളുമായുള്ള കോൺഗ്രസിന്റെ ഉഭയകക്ഷി ചർച്ച വൈകാതെ നടക്കും. മുസ്ലിം ലീഗിൽ നിന്ന് കളമശ്ശേരിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഇടുക്കിയും ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസിനുള്ളിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മന്റെയും M. ലിജുവിന്റെയും പേരുകളും സാധ്യതാ പട്ടികയിലുണ്ട്. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടക്കുമ്പോൾ സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമിടുകയാണ് കോൺഗ്രസ്. ഓരോ മണ്ഡലങ്ങളിലും ആർക്കൊക്കെ സാധ്യത, പരിഗണന തുടങ്ങിയ വിഷയങ്ങൾ മുന്നണിക്കകത്ത് സജീവ ചർച്ചയായി കഴിഞ്ഞു. കടുത്ത ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന തൃപ്പൂണിത്തുറയിൽ കെ ബാബു മാറുകയാണെങ്കിൽ M. ലിജുവിനാണ് സാധ്യത കൽപ്പിക്കുന്നത്. അനാരോഗ്യം കാരണം മത്സര രംഗത്തേക്ക് ഉണ്ടാകുമോ എന്നതിൽ കെ ബാബു മനസ്സ് തുറന്നിട്ടില്ല. സംഘടനയ്ക്ക് പുറത്തുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥി വേണ്ടെന്നാണ് പൊതുവികാരം. കളമശ്ശേരി സീറ്റ് മുസ്ലിം ലീഗിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന ആവശ്യവും കോൺഗ്രസ് ഉയർത്തുന്നു. പകരം കൊച്ചി വെച്ചുമാറാനാണ് ആലോചന. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന് ജില്ലാ നേതൃത്വം KPCC-യെ അറിയിച്ചു. കോൺഗ്രസ് മത്സരിച്ചാൽ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് അവകാശവാദം. പുതുപ്പള്ളിയിൽ മത്സരിക്കണമോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ 24-നോട്. എങ്ങനെയാണ് പുതുപ്പള്ളിയിൽ ഇത്തവണ വിജയിക്കുമോ UDF? അല്ല, UDF ജയിച്ചിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. എങ്ങനെയാണ് അപ്പോൾ മത്സരരംഗത്തുണ്ടാവും? അതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനും മത്സരരംഗത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. ചെങ്ങന്നൂർ, ആറന്മുള, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളിലാണ് പരിഗണിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഈ മാസം 15-ഓടെ ഏകദേശ രൂപമാകുമെന്ന് K. മുരളീധരൻ. സീറ്റ് ചർച്ചയിൽ ഇതുവരെയായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല. കോൺഗ്രസിന്റെ സീറ്റുകൾ ഘടകകക്ഷികൾക്ക് നൽകുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. തൃക്കരിപ്പൂർ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.